എങ്കിൽ കറുത്തമ്മയെന്ന് ഞാനും വിളിക്കില്ല. പിന്നെ വലിയ മരക്കാത്തി എന്ന് വിളിക്കും. വലിയ മരക്കാത്തിയോ? ഹോ, എന്തൊരു മാറ്റം കൊച്ചു മുതലാളി. അന്നത്തെ കുടിലുകളൊന്നും കാണുന്നില്ല. കുടിലുകളോ? അത് മാറി ഇപ്പോൾ ഫ്ളാറ്റുകളായല്ലോ കറുത്തമ്മ. എന്റെ കൊച്ചു മുതലാളി, അന്ന് നമുക്കും ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലോ? പുനർഗേഹം പദ്ധതി അന്നില്ലായിരുന്നല്ലോ കറുത്തമ്മ. നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വരുന്നു അതിതീവ്ര മഴ, 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കുടുംബശ്രീ 50+ ക്യാമ്പയിൻ അവസാന ഘട്ടത്തിൽ. മായമില്ലാത്ത മത്സ്യങ്ങൾ തയ്യാർ. മത്സ്യഫെഡ് ഫിഷ് മാർട്ടിലൂടെ. ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വരുന്നു അതിതീവ്ര മഴ, 4 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഇന്നും, 5 ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയത് UDF പഞ്ചായത്ത്. മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ലഭിച്ചു. അതേസമയം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ധനസഹായം കുടുംബത്തിന് കൈമാറി. കോവൂർ കുഞ്ഞുമോൻ MLA ആണ് ചെക്ക് കുടുംബത്തിന് കൈമാറിയത്. KCB ദക്ഷിണ മേഖല ചീഫ് എഞ്ചിനീയർ ബിജു ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മന്ത്രിമാരായ V ശിവൻകുട്ടിയും KN ബാലഗോപാലും മിഥുന്റെ സ്കൂളിൽ വീടും സന്ദർശിച്ചിരുന്നു. മിഥുന്റെ കുടുംബത്തിന് എത്രയും വേഗം വീട് നിർമ്മിച്ചു നൽകുമെന്നും ധനസഹായം ഇന്ന് തന്നെ നൽകുമെന്നും മന്ത്രിമാർ പറഞ്ഞു. കുടുംബശ്രീ 50+ ക്യാമ്പയിൻ അവസാന ഘട്ടത്തിൽ. സംസ്ഥാനത്തൊട്ടാകെ 50 ലക്ഷം കുടുംബങ്ങളിലേക്ക് കുടുംബശ്രീ ഗുണഫലങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കുടുംബശ്രീയുടെ 50+ ക്യാമ്പയിൻ അവസാന ഘട്ടത്തിലേക്ക്. കൂടുതൽ സംരംഭകരെ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക, വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ രഹിതർക്ക് ജോലി നൽകുക, തദ്ദേശീയ മേഖലയിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത പഠനം നടത്തി അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകുക എന്നിവയാണ് 50+ ക്യാമ്പയിന്റെ ഭാഗമായി പുതിയ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്നുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ADS-കളുടെയും നേതൃത്വത്തിൽ കൂടുതൽ അയൽക്കൂട്ടങ്ങൾ തുടങ്ങുക, ഓക്സിലറി ഗ്രൂപ്പ്, വയോജനങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങൾ ഉണ്ടാക്കി പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുക, ഒരു വീട്ടിൽ ഒരു സംരംഭം പദ്ധതിയിലൂടെ കൂടുതൽ കുടുംബങ്ങളെ കുടുംബശ്രീയിൽ എത്തിക്കുക, നിർജീവമായ അയൽക്കൂട്ടങ്ങൾ സജീവമാക്കുക എന്നിവയും നടക്കുന്നുണ്ട്. നിലവിൽ 48 ലക്ഷം കുടുംബങ്ങളാണ് കുടുംബശ്രീയിൽ അംഗങ്ങളായി ഉള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങളാണ് ജില്ലയിലുള്ളത്. പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ആറളം മേഖലയിലും മികച്ച രീതിയിൽ കുടുംബശ്രീ പ്രവർത്തിച്ചു വരുന്നു. പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി
ട്രൈബൽ ആനിമേറ്റർ, സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ തുടങ്ങിയവരുടെ സഹായത്തോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ക്യാമ്പയിനിൽ ലക്ഷ്യമിടുന്നു. 941 CDS കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 1070 CDSകളാണ് കുടുംബശ്രീയിലുള്ളത്. അയൽക്കൂട്ടങ്ങൾ ഗണ്യമായി കുറവുള്ള തീരദേശ മേഖല, ആദിവാസി, ഭാഷ, ന്യൂനപക്ഷ, തമിഴ്, കന്നഡ മേഖലകൾ, അയൽക്കൂട്ടങ്ങൾ കുറവുള്ള CDSകൾ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനം കൂടുതലായി നടക്കുന്നത്. ജനുവരിയിൽ ആരംഭിച്ച ക്യാമ്പയിൻ ജൂലൈ 25-ന് പൂർണ്ണമാകും. മാതൃകാപരം കണ്ണപുരം ഹരിത കർമ്മസേനയുടെ ഹരിത സംരംഭങ്ങൾ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു നടത്തിവരുന്നത്. ഹരിത കർമ്മസേന എന്ന ആശയം വരുന്നതിന് മുൻപ് തന്നെ 2008 മുതൽ 6 വളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് അജൈവ മാലിന്യമായ പ്ലാസ്റ്റിക് ശേഖരിച്ചു തുടങ്ങി. നിലവിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 28 ഹരിത കർമ്മസേനയാണുള്ളത്. മാസം തോറും വീടുകളിൽ നിന്നും മാലിന്യം എടുക്കാൻ വരുന്ന ഹരിത കർമ്മസേനകളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ. പ്ലാസ്റ്റിക്കും പഴന്തുണികളുമെല്ലാം ഇവർക്ക് വരുമാനത്തിന്റെ മറ്റൊരു മുഖമാണ്. LED ബൾബ് റിപ്പയറിംഗ്, പൂച്ചട്ടി, തുണിസഞ്ചി, ഇനോക്കുലം, ചകിരി കമ്പോസ്റ്റ് എന്നിവയുടെ നിർമ്മാണം, ഹരിത മംഗല്യ ഡിഷ് വാഷ് യൂണിറ്റ്, ക്ലീനിംഗ് യൂണിറ്റ് എന്നിങ്ങനെ 8 യൂണിറ്റുകളാണ് ഇവരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 14 വാർഡുകളിലെ 4 ക്ലസ്റ്ററുകളിലായി 28 ഹരിത സേനാംഗങ്ങളാണ് സംരംഭങ്ങൾ നടത്തുന്നത്. ഒരു ക്ലസ്റ്ററിലെ 1 വീതം അംഗങ്ങൾ ചേർന്നാണ് ഒരു സംരംഭം നടത്തുന്നത്. അതിനാൽ തന്നെ എല്ലാ അംഗങ്ങളും എല്ലാ സംരംഭങ്ങളുടെയും ഭാഗമാകും. യൂസർ ഫീ പുറമെ ഈ സംരംഭങ്ങൾ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. കളക്ഷൻ കലണ്ടർ പ്രകാരം വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന തുണികൾ പൂർണ്ണമായും അണുവിമുക്തമാക്കി സിമന്റ് ഉപയോഗിച്ചാണ് ചെടിച്ചട്ടി നിർമ്മിക്കുന്നത്. ചെറുത്, മീഡിയം, വലുപ്പത്തിൽ ചെടിച്ചട്ടികൾ ലഭിക്കും. വലുപ്പവും ഡിസൈനും അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. ഒരു ചട്ടിക്ക് 50 മുതൽ 100 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. കേടായ LED ബൾബ് വീടുകളിൽ നിന്ന് ശേഖരിച്ച് നിശ്ചിത സർവീസ് ചാർജ് ഈടാക്കി റിപ്പയർ ചെയ്തു നൽകുന്നത് വരുമാനത്തിനോടൊപ്പം പാരിസ്ഥിതിക ദോഷവും മാലിന്യവും കുറയ്ക്കാൻ സഹായിക്കുന്നു. നിലവിൽ 5 പേർക്കാണ് LED ബൾബ് റിപ്പയറിംഗിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളത്. 40 രൂപ വരെയാണ് ഒരു ബൾബ് റിപ്പയറിംഗിന് ഈടാക്കുന്നത്. തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റിൽ ആദ്യഘട്ടത്തിൽ കുടത്തുണി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സഞ്ചികൾ മത്സ്യ മാർക്കറ്റുകളിലാണ് വിതരണം ചെയ്തത്. 2ാം ഘട്ടത്തിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന തുണി ഉപയോഗിച്ച് സഞ്ചി ഉണ്ടാക്കി ആവശ്യക്കാർക്കും കടകളിലേക്കുമാണ് നൽകുന്നത്. പ്രതിമാസം 100 മുതൽ 200 സഞ്ചികൾ ഇത്തരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. ഒരു തുണിസഞ്ചിക്ക് 5 രൂപ മുതലാണ് ഈടാക്കുന്നത്. പഞ്ചായത്തിലെ 95% വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് പൈപ്പ് കമ്പോസ്റ്റോ സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നത് കണക്കിലെടുത്താണ് ഇനോക്കുലം നിർമ്മാണ യൂണിറ്റും ചകിരി കമ്പോസ്റ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും വാങ്ങിയാണ് ഇനോക്കുലവും ചകിരി കമ്പോസ്റ്റും വിൽപ്പന നടത്തുന്നത്. വിവാഹം പോലുള്ള വിശേഷ അവസരങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ച് സ്റ്റീൽ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ്, ക്രോക്കറി പ്ലേറ്റ് എന്നിവ എത്തിച്ചു നൽകിയാണ് ഹരിത മാംഗല്യം യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു പ്ലേറ്റിന് 2 രൂപയാണ് നിരക്ക്. ആവശ്യമെങ്കിൽ ഉപയോഗിച്ച പാത്രങ്ങൾ വൃത്തിയാക്കിയും നൽകുന്നുണ്ട്. മാസത്തിൽ 5 മുതൽ 10 വരെ വിവാഹങ്ങൾക്കുള്ള ഓർഡർ ലഭിക്കുന്നുണ്ട്. കാറ്ററിംഗ് സർവീസ് യൂണിറ്റുമായി ചേർന്ന് കരാർ വ്യവസ്ഥയിൽ പ്ലേറ്റുകളും മറ്റും കഴുകി നൽകുന്ന ഡിഷ് വാഷിംഗ് യൂണിറ്റാണ് ഇവരുടെ മറ്റൊരു സംരംഭം. ഇതിലേക്ക് ആവശ്യമായ ഡിഷ് വാഷിംഗ് മെഷീൻ ലഭ്യമാക്കിയത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്താണ്. മാസത്തിൽ 20 മുതൽ 25 ദിവസം വരെ ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിമാസം ശരാശരി 10,000 പാത്രങ്ങൾ വരെ ഇത്തരത്തിൽ വൃത്തിയാക്കി നൽകുന്നുണ്ട്. ഹരിത കേരള മിഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത്. പൂട്ടിക്കിടക്കുന്ന വീട്, നിർമ്മാണം പൂർത്തിയാക്കിയ വീട് എന്നിവ കരാർ വ്യവസ്ഥയിൽ ശുചീകരിച്ചു നൽകുന്ന ക്ലീനിംഗ് യൂണിറ്റിൽ മണിക്കൂറിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചാർജ് ഈടാക്കുന്നത്. മറ്റു പഞ്ചായത്തുകളിൽ നിന്നു പോലും ഇവരെ തേടി ആളുകൾ എത്താറുണ്ട്. ജില്ലയിലെ മികച്ച ഹരിത കർമ്മസേന, ഹരിത സംരംഭങ്ങളുടെ അവതരണം എന്നിവയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണപുരം. ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ DCCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ,
അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, PT മാത്യു, അഡ്വക്കേറ്റ് T മോഹനൻ, MP വേലായുധൻ, K പ്രമോദൻ, റിജിൽ മാക്കുറ്റി, VV പുരുഷോത്തമൻ, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, T ജയകൃഷ്ണൻ, MK മോഹനൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, KP സാജു, P മുഹമ്മദ് ഷമ്മാസ്, K ബാലകൃഷ്ണൻ മാസ്റ്റർ, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹൻ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, അഡ്വക്കേറ്റ് ലിഷ ദീപക്, നൌഷാദ് ബ്ലാത്തൂർ, CV സന്തോഷ് T, ജനാർദ്ദനൻ T ഗിരിജ, കാട്ടാമ്പളി രാമചന്ദ്രൻ, കായക്കൽ രാഹു, കുക്കിരി രാജേഷ്, CM ഗോപിനാഥ്, MC അതുൽ ഫർഹാൻ, മുണ്ടേരി K ഉഷാകുമാരി, അനു P, ഹംസ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം പയ്യാമ്പലത്ത് പുനഃസ്ഥാപിച്ചു കോൺഗ്രസ്. കണ്ണൂർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീപാത്ത് വേയുടെയും ശിലാഫലകം നീക്കം ചെയ്ത് പുനഃസ്ഥാപിച്ച് കോൺഗ്രസ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ശിലാഫലകം പയ്യാമ്പലം പാത്ത് വേ കവാടത്തിൽ സിമന്റ് ഇട്ടുറപ്പിച്ചത്. ഇതേ പദ്ധതി നവീകരണം നടത്തിയത് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചിരുന്നു. എന്നാൽ CVU പാർക്കിൽ മുൻ സർക്കാരിന്റെ കാലത്തെ നവീകരണ പ്രവർത്തനത്തിന്റെ ശിലാഫലകം മാറ്റിവെച്ചു എന്ന വാർത്ത വന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. കണ്ണൂർ DPCCയുടെ കീഴിലുള്ള CVU പാർക്കിലെ ശിലാഫലകമാണ് മാറ്റിവെച്ചതായി ആരോപണമുയർന്നത്. 2022 മാർച്ച് 6 വീണ്ടും നവീകരിച്ച CVU പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത്. ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തും നടന്ന വികസന പ്രവർത്തനങ്ങൾ തമസ്കരിക്കുന്നത് രീതി ഇടതു സർക്കാർ സ്വീകരിക്കാറില്ല. ഈ കാര്യം പരിശോധിച്ചത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മായമില്ലാത്ത മത്സ്യങ്ങൾ തയ്യാർ. മത്സ്യഫെഡ് ഫിഷ് മാർട്ടിലൂടെ രാസപദാർത്ഥങ്ങൾ കലർത്താത്ത ശുദ്ധമായ മത്സ്യങ്ങളുമായി ജില്ലയിൽ സജീവമാകാനൊരുങ്ങി മത്സ്യഫെഡ് ഫിഷ് മാർട്ടുകൾ. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഫിഷ് മാർട്ട് ലക്ഷ്യത്തിന്റെ ഭാഗമായി മയ്യിൽ പഞ്ചായത്തിലെ ചെക്യാട്ടുകാവിൽ ജില്ലയിലെ രണ്ടാമത്തെ ഫിഷ് മാർട്ട് പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. മത്സ്യത്തിന്റെയും മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും ശുചിത്വം, ഗുണമേന്മ, വൈവിധ്യം എന്നിവയാണ് ഫിഷ് മാർട്ടിൽ ലഭിക്കുന്ന മത്സ്യങ്ങളുടെ പ്രത്യേകത. ജില്ലയിലെ വിവിധ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും മത്സ്യഫെഡ് ഐക്കര, മാപ്പിള, ബേ ഹാർബറിൽ സജ്ജമാക്കിയ ബേ സ്റ്റേഷൻ നേരിട്ട് സംഭരിക്കുന്ന വൈവിധ്യങ്ങളായ മത്സ്യ ഇനങ്ങളാണ് ഇത്തരം മാർട്ടുകളിലൂടെ വിപണനം നടത്തുന്നത്. കടൽ, കായൽ മത്സ്യങ്ങൾക്ക് പുറമെ മത്സ്യഫെഡിന്റെ കൊച്ചിയിലുള്ള ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീൻ, ചൂര, ഓല, കൂന്തൽ എന്നീ മത്സ്യങ്ങളുടെ അച്ചാറുകൾ, മത്സ്യക്കറിക്കൂട്ടുകൾ, ഫ്രൈ മസാല, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ റോസ്റ്റി തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൊളസ്ട്രോൾ കുറക്കുന്നതിനായി മത്സ്യഫെഡ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കൈറ്റോൺ ക്യാപ്സൂളുകളും മാർട്ടിൽ ലഭ്യമാണ്. ഏതിനം മത്സ്യവും ഉപഭോക്താവിന് വെട്ടി വൃത്തിയാക്കി നൽകുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. വിഷരഹിത മത്സ്യം ഉപഭോക്താവിന് ലഭിക്കുന്നതിനോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നതും പദ്ധതിയുടെ നേട്ടമാണ്. മത്സ്യഫെഡിന്റെ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങൾക്കായിരിക്കും ഫിഷ് മാർട്ടിന്റെ നടത്തിപ്പ് ചുമതല. നിലവിൽ ആന്തൂർ നഗരസഭയിലെ ധർമ്മശാലയിലാണ് ജില്ലയിലെ ഏക ഫിഷ് മാർട്ട് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഫിഷ് മാർട്ട് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുകയാണ് ഫിഷറീസ് വകുപ്പ്. ഹൈടെക് സൗകര്യങ്ങളുമായി ചെറുതായം കൃഷിഭവൻ. സസ്യങ്ങൾക്ക് രോഗം വന്നാൽ അവയുടെ കാരണങ്ങളും പരിഹാരവും വിശദമായി അറിയണമെങ്കിൽ ചെറുതായം പഞ്ചായത്ത് കൃഷിഭവൻ വരെ വന്നാൽ മതി. ഇവിടെയുള്ള സസ്യ ക്ലിനിക്കിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രോഗികൾ, ലക്ഷണങ്ങൾ, രോഗനിയന്ത്രണം തുടങ്ങിയ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും ക്ലിനിക്കിൽ ലഭിക്കും. കൂടാതെ കീടനാശിനികൾ, അവയുടെ പ്രയോഗ രീതി, കീടനിയന്ത്രണം തുടങ്ങിയ കൃഷി സംബന്ധമായ അറിവുകൾ സജ്ജമാക്കിയ സ്മാർട്ട് ക്ലാസ് റൂമും സേവനവും ലഭിക്കും. വിളകൾ അനിവാര്യമായ കൃഷിയിടങ്ങൾ പെരുകുന്ന കാലത്ത് സാങ്കേതിക വിദ്യയും സമർപ്പണവും കാർഷിക സംസ്കാരത്തെ വീണ്ടെടുത്തതിന്റെ മികച്ച മാതൃകയാണ്. ചെറുതായം പഞ്ചായത്തിലെ ഈ ഹൈടെക് കൃഷിഭവൻ സസ്യ ക്ലിനിക്കിൽ എല്ലാവിധ സസ്യരോഗങ്ങളുമായി ബന്ധപ്പെട്ട
സ്പെസിമെനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്ക് ഇവ നേരിട്ട് കണ്ട് സസ്യങ്ങൾക്കുണ്ടാകുന്ന കീടബാധ, രോഗങ്ങൾ, ലക്ഷണങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ കഴിയും. ഇവയുടെ വീഡിയോ ചിത്രങ്ങൾ എന്നിവയും ഇവിടെ സജ്ജമായി പ്രദർശന ബോർഡിൽ കാണാനാകും. വിവിധ കീടനാശിനികൾ, കുമിൾനാശിനികൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രൊജക്ടറും ഡിസ്പ്ലേ ബോർഡുകളും സ്ലൈഡ് ഷോകളും സജ്ജമാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം കർഷകർക്ക് കാർഷിക പഠനത്തിൽ വേറിട്ട അനുഭവം നൽകും. കൂടാതെ ഇവിടെ മണ്ണ് പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ 25 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 6.5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കൃഷിഭവന്റെ ഹൈടെക് വൽക്കരണം സാധ്യമാകുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.